ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും മറ്റു ഹിന്ദു സംഘടനകളുമെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് LDF സർക്കാരുകളെയാണ്. VS സർക്കാരും പിന്നീട് വന്ന പിണറായി സർക്കാരുമാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നാണ് ഇവരെല്ലാം ആരോപിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് വാസ്തവം? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയ പ്രതിപക്ഷ ആരോപണങ്ങൾ പാളുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തിയെന്നാണ് UDFും BJPയും മറ്റു ഹിന്ദു സംഘടനകളും ആരോപിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ യാതൊരു ഇടപെടലും ഇടത് സർക്കാർ നടത്തിയിട്ടില്ലെന്നാണ് തെളിവുകൾ പറയുന്നത്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് 2007 VS സർക്കാരിൻ്റെ കാലത്താണ് സുപ്രീം കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയത്. ഇതേ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നീട് വന്ന പിണറായി സർക്കാർ ചെയ്തത്. VS സർക്കാരിന് ശേഷം സംസ്ഥാനത്ത് നിലവിൽ വന്നത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അവർ സത്യവാങ്മൂലം നൽകിയത് ശബരിമല യുവതീ പ്രവേശനത്തോട് യോജിക്കുന്നില്ല എന്നാണ്. UDF സർക്കാരിന് ശേഷം പിണറായി സർക്കാരാണ് കേരളത്തിൽ ഭരണത്തിൽ വന്നത്. അതിനുശേഷമാണ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സത്യവാങ്മൂലം തിരുത്തിയാണ് പിണറായി സർക്കാർ വിധി നേടിയതെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തി. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് വസ്തുത. 2007 VS സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പ് കലാകൗമുദിക്ക് ലഭിച്ചു. യുവതീ പ്രവേശന വിഷയത്തിൽ VS സർക്കാരിൻ്റെ കാലത്ത് 2007 നവംബർ 13 സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറി S കോമളൻ സമർപ്പിച്ച ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ശബരിമലയിൽ ഭക്തരുടെ പ്രവേശനം വർഷങ്ങളായി പിന്തുടരുന്ന ഒരു ആചാരമാണെന്ന വസ്തുതയും അത് ജനങ്ങൾ അംഗീകരിച്ച വിശ്വാസങ്ങളുമായും മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഹൈക്കോടതി വിധി കൂടി പരിഗണിച്ചും ബഹുമാനപ്പെട്ട കോടതി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഹിന്ദുമതത്തെക്കുറിച്ച് ആധികാരിക അറിവുള്ള പ്രമുഖ പണ്ഡിതന്മാരും പ്രശസ്തരും അഴിമതിയില്ലാത്തവരുമായ സാമൂഹിക പരിഷ്കർത്താക്കളും ഉൾപ്പെട്ട ഒരു കമ്മീഷനെ നിയമിച്ച് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്താൻ അനുവാദമുണ്ടോ എന്ന വിഷയത്തിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് 2007 സത്യവാങ്മൂലത്തിൽ പറയുന്നത്. VS സർക്കാരിന് ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശനത്തോട് യോജിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. ഈ സത്യവാങ്മൂലം ആദ്യ പിണറായി സർക്കാർ തിരുത്തിയെന്നാണ് UDFും BJPയും ആരോപിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു തിരുത്ത് LDF സർക്കാർ വരുത്തിയിരുന്നില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവുമായിരുന്നു. VS സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിനൊപ്പമായിരുന്നു പിന്നീട് വന്ന പിണറായി സർക്കാരും. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെ ലക്ഷ്യമിട്ട് ആരോപണങ്ങൾ പടച്ചുവിടുന്നത്. 2026 ഏപ്രിലിൽ ഈ കേസ് പുനഃപരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. 2007 നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ മേലുദ്ധരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴത്തെ പിണറായി സർക്കാരിന് ഉള്ളതെന്നാണ് സംസ്ഥാനത്തിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത അറിയിക്കാൻ പോകുന്നത്. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്നതാണ് നിലപാടെന്ന് മാർച്ച് 2 ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗവും തീരുമാനമെടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കെ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇതിനായി ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചു. ഈ ദുഷ്പ്രചരണങ്ങൾക്കെതിരെ വിശദീകരണ യോഗങ്ങളുമായി CPM ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന് ഉത്തരവിട്ട് 2018 സെപ്റ്റംബർ 18 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിക്കെതിരെ NSS ഉൾപ്പെടെയുള്ളവർ പുനഃപരിശോധനാ ഹർജികൾ നൽകിയിരുന്നു. ഏപ്രിലിൽ ഈ ഹർജികളിൽ മേൽ വാദം നടക്കാനിരിക്കെ ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളെ പ്രതിരോധിക്കാനാണ് CPM വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്.